ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ നേരത്തെ നമ്മൾ ഡി എൻ എസ് എനൂമിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഡി എൻ എസ് റീകോൺ, ഇതെല്ലാം തന്നെ ഡി എൻ എസ് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ടൂളാണ്. അപ്പോൾ നമുക്കിനി ഈ ടൂൾസിനെ കുറിച്ചും പഠിക്കാം. ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡി എൻ എസിലുള്ള എല്ലാ റെക്കോർഡ്സും, അതായത് ഡൊമൈൻ റെക്കോർഡ്സ്, ഇമെയിൽ റെക്കോർഡ്സ്, എൻ എസ് റെക്കോർഡ്സ്, എ റെക്കോർഡ്സ്, അങ്ങനെ കുറേ റെക്കോർഡ്സുകളുണ്ട്. ഈ റെക്കോർഡ്സൊക്കെ നമുക്ക് ഗ്യാദർ ചെയ്തെടുക്കാൻ പറ്റും. നോർമൽ കേസിൽ നമുക്കറിയില്ല എന്തൊക്കെയാണ് റെക്കോർഡ്സ് എന്ന്. അപ്പോൾ നമുക്ക് ആ റെക്കോർഡ്സിനെ നമുക്ക് ഇൻഫർമേഷൻ ഗാദറിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ അതിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു ടൂളാണ് ഈ ഡി എൻ എസ് റീകോൺ എന്ന് പറയുന്ന ഈ ടൂള്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് കാലിനക്സ് ഞാൻ നേരത്തെ ഉപയോഗിച്ചതുകൊണ്ട് അത് ലോഗ് ഓഫ് ആയി പോയതാണ്. ഇവിടെ നിന്ന് നമുക്ക് ആ ടൂൾസ് എടുക്കാം. അതായത് ഇൻഫർമേഷൻ ഗാദറിങ്ങിന് അണ്ടറിൽ വരുന്നതാണ് ആ ടൂള്. അതുപോലെ തന്നെ ഡി എൻ എസിന് അണ്ടറിലാണ് ഈ ടൂൾ വരുന്നത്. ഡി എൻ എസ് റീകോൺ എന്ന് പറയുന്ന ഈ ടൂൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ആ ടൂൾ ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ആ കമൻറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതായത് സ്യൂഡോ എന്ന് പറയുന്നത് ലിനക്സിൻ്റെ ഒരു ബേസിക് കോഡാണ്. നമ്മൾ പെർമിഷൻ കിട്ടാനായിട്ട്, അതായത് ചില കമൻറ്റുകൾ നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് പെർമിഷൻ വേണ്ടതുണ്ട്, റൂട്ട് പെർമിഷൻ വേണ്ടതുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ടാണ് നമ്മൾ സൂഡോ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡി എൻ എസ് റീകോൺ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് -d എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. -d എന്ന് പറയുമ്പോൾ ഡൊമൈൻ നെയിം സിസ്റ്റമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് എവിടേക്കാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് സേവ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം -t എന്ന് കൊടുത്തിട്ടുണ്ട്. -t എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ടൈപ്പ്, എന്ത് ടൈപ്പിലാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കേണ്ടതെന്നുള്ളത്. അതായത് XML ടൈപ്പിലാണ് അതിൻ്റെ പേര് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അതായത് ഡീഫോൾട്ട് പാസ്വേഡ് കാലി എന്നായിരിക്കും. അത് എൻ്റർ ചെയ്താൽ മതി, നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ പാസ്വേഡ് ഞാൻ എൻ്റർ ചെയ്യാം. സോ അതിനുശേഷം നമുക്ക് നിരവധി റെക്കോർഡ്സ്, മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിന് നിരവധി DNS റെക്കോർഡ്സുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള DNS റെക്കോർഡുകളാണ്. അപ്പോൾ നമ്മൾ മെയിൽ അറ്റാക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മെയിൽ വാലബിലിറ്റി എന്തെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഈ MX, അതായത് ഔട്ട്ലുക്ക് പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ ഈ റെക്കോർഡ്സുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അനാലിസിസ് ചെയ്യണം. ഇത് ജസ്റ്റ് നമ്മൾ സ്റ്റഡി പർപ്പസിന് മാത്രം വേണ്ടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കതിലുള്ള മറ്റൊരു ടൂളാണ് ഫയർസ് എന്ന് പറയുന്ന ഈ ടൂള്. ഓക്കെ, അപ്പോൾ ഈ ടൂളും ഇതുപോലെ തന്നെ DNS റെക്കോർഡ് ചെക്ക് ചെയ്യാനായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കത് ജസ്റ്റ് കമൻറ്റ് കോപ്പി ചെയ്യാം. അതിനുശേഷം നമുക്ക് ടൂളിനകത്ത് പോയിട്ട് ഇൻഫർമേഷൻ ഗാദറിനകത്ത് ഈ സെയിം മെനുവിനകത്ത് തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. ഫയർസ് എന്ന് പറയുന്ന ടൂൾസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആ കമൻറ്റ് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. മെയിനായിട്ടുള്ള DNS റെക്കോർഡ്സുകൾ, അതുപോലെ തന്നെ തേർഡ് പാർട്ടി റെക്കോർഡ്സുകൾ ഉപയോഗിച്ചിട്ട് അവർ എന്തെങ്കിലും DNS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസുകൾ നമുക്കിവിടെ ലഭ്യമായിട്ട് വരും. അതുപോലെ തന്നെ ബിസിനസ്, അങ്ങനെയുള്ള പല പോസിബിലിറ്റീസ് ഉള്ളത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇവിടെ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ഗാദറിങ്ങിന് ഉപയോഗിക്കാം. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും, അതായത് നമ്മൾ ഒരു വാലബിലിറ്റി കണ്ടുപിടിക്കാൻ, അതായത് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഗേറ്റ് അതുപോലെ തന്നെ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറേ അധികം ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ പല PC സെർവറുകളുടെയും ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള DNS റെക്കോർഡ്സുകളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളിവിടെ കാണിക്കുന്നത് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യരുത്. തീർച്ചയായിട്ടും മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈബർ ലോ പ്രകാരം നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. സോ ഇത് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകളാണ്, അതായത് IDS, അതുപോലെ തന്നെ IPS, അതായത് ഡിറ്റക്ഷൻ സിസ്റ്റം, അതുപോലെ തന്നെ പ്രിവെൻഷൻ സിസ്റ്റം. എന്തെങ്കിലും
ത്രെഡ് അതുപോലെ തന്നെ അറ്റാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിവെൻറ്റും ചെയ്യാനുള്ള സിസ്റ്റമാണ് നമ്മുടെ സിസ്റ്റത്തിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ AWS ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലോഡ് ബാലൻസർ എല്ലാ സിസ്റ്റത്തിലും അധികം ഹൈ വോളിയം ഹൈ ട്രാഫിക് വരുന്ന എല്ലാ സിസ്റ്റത്തിലും ലോഡ് ബാലൻസർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വാഫ് ഫയർവാൾ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. സോ ഇതെങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്കിൻ്റെ ഫയർവാൾ സെക്യൂരിറ്റിയാണ് ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഒരു വെബ്സൈറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റഡി പർപ്പസ് ആയതുകൊണ്ട് ഡിഫറൻറ്റ് സിനാരിയോയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലോഡ് ബാലൻസർ LBD ടൂൾ, അതായത് ലോഡ് ബാലൻസർ ചെക്കിംഗ് ടൂൾസ്. അത് ലോഡ് ബാലൻസർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സെർവറുണ്ട്. ആ സെർവറിനകത്ത് ഹൈ വോളിയം ട്രാഫിക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സെർവർ ക്രാഷ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ ലോഡ് ബാലൻസർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരികയും, അതായത് റിയൽ വേൾഡിലാണ്. റിയൽ വേൾഡ് മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്കിൻ്റെ കാര്യമാണെങ്കിൽ എല്ലാ വേൾഡിൽ നിന്നും എല്ലാ കൺട്രീസിൽ നിന്നും ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചുള്ള സിസ്റ്റം ആണെങ്കിൽ പോലും സെയിം സിസ്റ്റത്തിലോട്ട് നിരവധി റിക്വസ്റ്റ് വരികയാണ്, തീർച്ചയായിട്ടും ആ സിസ്റ്റം ഡൗൺ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലോഡ് ബാലൻസർ ആ ഒരു ലോഡ് ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിസ്റ്റത്തിന് 80% ലോഡ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോഡ് ബാലൻസർ എന്ന് പറയുന്ന സിസ്റ്റം മറ്റൊരു സിസ്റ്റം അവിടെ അപ്പാക്കുകയും വെർച്വൽ സിസ്റ്റം അപ്പാക്കുകയും അതിലോട്ട് ബാക്കി വരുന്ന, അതായത് 80% റിക്വസ്റ്റ് ഇപ്പോൾ ഒരു സിസ്റ്റത്തിലോട്ട് വന്ന് ബാക്കി വരുന്ന റിക്വസ്റ്റുകൾ ആ സിസ്റ്റത്തിലോട്ട് റീഡയറക്ഷൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു ലോഡ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് ലോഡ് ബാലൻസർ എന്ന് പറയുന്നത്. നെറ്റ്വർക്കിംഗ് സെക്ഷനൊക്കെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പഠിക്കാനുണ്ടാകും. ലോഡ് ബാലൻസർ ടെസ്റ്റിംഗ് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും AWSൻ്റെ ലോഡ് ബാലൻസർ എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. AWSലെ ഒരു സർവീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അതിൽ ഈ ലോഡ് ബാലൻസർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എങ്ങനെയാണ് ഒരു സിസ്റ്റം ഡൗൺ ആകുമ്പോൾ മറ്റൊരു സിസ്റ്റം അപ്പ് ചെയ്യുന്നത് ലോഡ് ബാലൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലോഡ് ബാലൻസർ ഉണ്ടോ, അതെങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതെന്ന് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് ഞാൻ ആ കോഡ് ഞാനിവിടെ, അതായത് LBD ഫേസ്ബുക്ക്, അതായത് നമുക്ക് ലോഡ് ബാലൻസർ എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ HTTPS അതായത് 443 എന്ന് പറയുന്ന പോർട്ടലായിരിക്കും നമ്മളത് ചെക്ക് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത് ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡ് ബാലൻസർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് വരും. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ലോഡ് ബാലൻസർ വരുന്നത് ഒരു പീക്ക് ടൈം അതുപോലെ തന്നെ ടൈം ഷെഡ്യൂൾഡ് ആയിട്ടാണ് ഒരു ലോഡ് ബാലൻസർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അറിയാം ഏതൊക്കെ ടൈമിലായിരിക്കും ഏതൊക്കെ യൂസേഴ്സ് ആക്സസ് ചെയ്യുന്നത്, ഏതൊക്കെ കൺട്രീസിൽ നിന്നായിരിക്കും. ആ രീതിയിൽ അവർ ടൈം ഷെഡ്യൂൾ വെച്ചിട്ടാണ് അവർ ലോഡ് ബാലൻസർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ ടൈമിലാണ് അവർ ലോഡ് ബാലൻസർ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ടൈമുകളിലും 24 hours വേണ്ടി അവർ അത്രയും ഹ്യൂജ് ഓഫ് വെർച്വൽ സിസ്റ്റം അവർ ലോഡ് ബാലൻസറിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും സിസ്റ്റം ചെക്ക് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. LBD xyz.com ആൻഡ് 443 ആൻഡ് HTTPS എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാത്തത്. സോ അതുപോലെ തന്നെ നമുക്ക് വാഫ് അതായത് ഫയർവാൾ സിസ്റ്റം എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് വാഫ് W00F എന്ന് പറയുന്ന ഈ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഈ ടൂൾസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ടൂൾസുകളും ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾ തീർച്ചയായിട്ടും റിസർച്ച് നടത്തണം. സോ അതിനായിട്ട് ഇവിടെ നമുക്ക് ഇൻഫർമേഷൻ ഗാദറിങ്ങിനകത്ത് നമുക്ക് IDS ഇതിന് അണ്ടറിൽ പോയാൽ നമുക്ക് വാഫ് സിസ്റ്റം കാണാൻ സാധിക്കും. അതിന് അണ്ടറിൽ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് നേരത്തെ കോപ്പി ചെയ്ത വാഫ് 00 ഈ വെബ്സൈറ്റിൽ ഏത് തരം ഡിറ്റക്ഷൻ ഫയർവാളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് ക്ലൗഡ്ഫെയർ എന്ന് പറയുന്ന ഫയർവാൾ സിസ്റ്റമാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഫേസ്ബുക്കിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ചെക്ക് ചെയ്ത് വരുന്നുണ്ട്.
അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ ഇവരിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വാഫ്, അതായത് ഒന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവർ അതും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റം ഗാദറിങ് ഇൻഫർമേഷൻ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഒന്നില്ലെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു ഇതിനെ മാസ്ക് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ റീഡയറക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഡീറ്റെയിൽസ് കിട്ടാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ജസ്റ്റ് ഇവിടെ നോക്കിയത്. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് നെറ്റ്വർക്ക് സ്കാനിങ് വാൾനറബിലിറ്റിയെക്കുറിച്ച് പഠിക്കാം. ഒരു നെറ്റ്വർക്കിലുള്ള ഡീറ്റെയിൽസ്, പോർട്ടുകൾ എങ്ങനെയാണ് നമുക്ക് സ്കാൻ ചെയ്യാം, അതെന്തിനാണ് സ്കാൻ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. താങ്ക് യു.